യുവതീ പ്രവേശത്തെ എതിർത്ത തന്ത്രിയെ സ്വർണ്ണ കവർച്ചാ കേസിൽ കുടുക്കി ഭരണമുന്നണിക്ക് പക. ശബരിമല യുവതീ പ്രവേശത്തെയും ക്ഷേത്രനട എല്ലാ ദിവസവും തുറക്കാനുള്ള തീരുമാനത്തെയും എതിർത്തതിനുള്ള പകയാണ് തന്ത്രി കണ്ഠരര് രാജീവരെ സ്വർണ്ണ കവർച്ചാ കേസിൽ കുടുക്കി സൽപ്പേര് തകർക്കാനുള്ള നീക്കത്തിന് പിന്നിലെന്ന് കൊല്ലം വിജിലൻസ് കോടതിയെ ബോധിപ്പിച്ച് തന്ത്രിയുടെ അഭിഭാഷകർ. കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് തന്ത്രിയുടെ അഭിഭാഷകർ ഇക്കാര്യം ഉന്നയിച്ചത്. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാനുള്ള നീക്കം നടന്നപ്പോൾ തന്ത്രിയായിരുന്ന രാജീവര് ആചാര സംരക്ഷണത്തിനായി ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നതായി അഭിഭാഷകർ പറയുന്നു. രാഷ്ട്രീയ ഇടപെടൽ അനുവദിക്കില്ലെന്നും ആചാര ലംഘനം നടന്നാൽ പൂജകൾ നിർത്തി നട അടയ്ക്കുമെന്നും പറഞ്ഞിരുന്നു. ഭരണകക്ഷിയുടെ നിർദ്ദേശപ്രകാരം ചില മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശബരിമല ക്ഷേത്രത്തിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ നടത്തിയ നീക്കം തടഞ്ഞത് തന്ത്രി എടുത്ത ശക്തമായ നിലപാട് മൂലമാണെന്നും തന്ത്രിയുടെ അഭിഭാഷകർ കോടതിയെ ബോധിപ്പിച്ചു. ഇതിനെതിരെ ഭരണമുന്നണിയിൽ നിന്നും മറ്റു ചില പ്രമുഖ വ്യക്തികളിൽ നിന്നും തന്ത്രിക്ക് ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു. ശബരിമല നട എല്ലാ ദിവസവും തുറക്കാനുള്ള നീക്കം നടന്നപ്പോഴും ദേവന്റെ നിത്യബ്രഹ്മചാരി സ്വഭാവം ചൂണ്ടിക്കാട്ടി തന്ത്രി എതിർത്തിരുന്നു. ഇതിന്റെ തിരിച്ചടി എന്ന നിലയിലാണ് സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട 2 കേസുകളിലും തന്ത്രിയെ കുടുക്കിയതെന്നാണ് അഭിഭാഷകർ കോടതിയിൽ ആരോപിച്ചത്. ഭരണമുന്നണിയിലെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടുന്ന ഒരു നിശ്ചിത കാലയളവിലെ ദേവസ്വം ബോർഡ് ഒന്നാകെ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ശക്തമായ വിമർശനം നേരിടുന്ന ഘട്ടത്തിലാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്ന് പ്രതിഭാഗം അഭിഭാഷകർ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രമുഖ നേതാക്കൾ അറസ്റ്റിലായതിനെ തുടർന്ന് പൊതുസമൂഹത്തിലുണ്ടായ പ്രതിഷേധമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായതെന്ന വിലയിരുത്തൽ പല കോണുകളിലുമുണ്ടായി. ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് മാത്രമല്ല തന്ത്രിക്കും കേസിൽ പങ്കുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്നും അഭിഭാഷകർ ആരോപിച്ചു. ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് ഉത്തരവാദിത്വമെന്നും ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടേണ്ട ബാധ്യതയില്ലെന്നും ദേവസ്വം മാനുവൽ ഉദ്ധരിച്ച് അഭിഭാഷകർ കോടതിയെ ബോധിപ്പിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന SIT വാദങ്ങളെയും പ്രതിഭാഗം ശക്തമായി എതിർത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 2ാം ഭാര്യയുടെ പിതാവ് ശബരിമലയിൽ കീഴ്ശാന്തിയായിരുന്നു. ഭാര്യാപിതാവിന്റെ സഹോദരൻ 1990 മുതൽ 2010 വരെ ശബരിമലയിൽ ഗാർഡായിരുന്നു. ഇതുപോലെയുള്ള ബന്ധങ്ങളിലൂടെ ആവാം പോറ്റി ശബരിമലയിൽ എത്തിയതെന്നും അഭിഭാഷകർ ചൂണ്ടിക്കാട്ടുന്നു. ശ്രീരാമപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ രാജീവര് തന്ത്രിയായിരുന്നപ്പോൾ പോറ്റി അവിടെ ശാന്തി ആയിരുന്നില്ലെന്ന് അഭിഭാഷകർ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പോറ്റിക്ക് മന്ത്രിമാർ ഉൾപ്പെടെ നിരവധി പ്രമുഖ വ്യക്തികളുമായി ബന്ധമുണ്ടെന്നും ഇതിന്റെ ചിത്രങ്ങൾ പുറത്തുവന്നിട്ടുണ്ടെന്നും തന്ത്രിയുടെ അഭിഭാഷകർ വാദിച്ചു. ക്ഷേത്ര കാര്യങ്ങളിൽ തന്ത്രിക്കാണ് പരമാധികാരമെന്നും ദേവന്റെ വസ്തുവകകൾ കൊണ്ടുപോകുന്നത് തടയാൻ തന്ത്രി ശ്രമിച്ചില്ലെന്നും SIT വാദിച്ചെങ്കിലും അത് മുഖവിലയ്ക്കെടുക്കാതെയാണ് കോടതി തന്ത്രിക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്.